ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ നടക്കുക. ഡൽഹി ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയും സ്പീക്കറായി വിജേന്ദർ ഗുപ്തയും സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗംഭീരമാക്കാനാണ് BJP ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രിമാർ, NDA നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, വ്യവസായികൾ, സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, സന്യാസിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചെയ്യുന്നുണ്ട്. ആന്റണി, ഒടുവിൽ ഒരു വിവരമുണ്ടായിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് രേഖ ഗുപ്ത ഇന്ന് അധികാരമേൽക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നീണ്ട 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്കറിയാം, വലിയ വിജയമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്വന്തമാക്കിയത്. അതിന് പിന്നാലെ ഈ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിലുള്ള ചർച്ചകളും വളരെ സജീവമായി തന്നെ തുടരുകയായിരുന്നു. ഇന്നലെ BJPയുടെ MLA-മാരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് രേഖ ഗുപ്തയെ BJPയുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിക്കാനുള്ള തീരുമാനം BJP എടുത്തത്. ഏതായാലും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. രാവിലെ 10 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. രാംലീല മൈതാനിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. 27 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമ്പോൾ അത് വലിയ ആഘോഷമാക്കാനാണ് ഇപ്പോൾ BJPയുടെ തീരുമാനം എന്ന് പറയുന്നത്. കൂടുതൽ പ്രവർത്തകരെ അടക്കം എത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, NDAയുടെ നേതാക്കൾ, BJPയുടെ പ്രമുഖ നേതാക്കൾ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ രേഖ ഗുപ്തയ്ക്കൊപ്പം പർവേഷ് വർമ്മ കൂടി ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിമാരുടെ കാര്യത്തിൽ പിന്നീടായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഏതായാലും വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ അവസാനത്തെ മുഖ്യമന്ത്രി അന്തരിച്ച BJP നേതാവും മുൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ ആയിരുന്ന സുഷമ സ്വരാജാണ് ഡൽഹിയിൽ അവസാനമായി BJPയുടെ മുഖ്യമന്ത്രിയായി ഇരുന്നത്. അതിനുശേഷം ഇപ്പോൾ രേഖ ഗുപ്ത BJPയുടെ ഡൽഹി മുഖ്യമന്ത്രിയായി വരികയാണ്. 27 വർഷത്തിന് ശേഷമാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ആഘോഷം അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഡൽഹിയിലെ BJP പ്രവർത്തകർ. ആന്റണി, അതേസമയം തന്നെ നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. ഇപ്പോൾ രേഖ ഗുപ്ത ആദ്യം തന്നെ ലിസ്റ്റിലുണ്ടായ ഒരു വ്യക്തിയാണ്. ഈ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പർവേഷ് വർമ്മയും സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിജേന്ദർ ഗുപ്തയും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒടുവിൽ BJP നേതൃത്വം രേഖ ഗുപ്തയിലേക്ക് എത്തിയത്? അതേസമയം തന്നെ പ്രതിപക്ഷത്തെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും നമുക്കറിയാം, വലിയ വിജയം BJP ഈ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനു ശേഷം ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിങ്ങനെ അനിശ്ചിതമായി നീളുകയായിരുന്നു. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് പോയി. ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം എന്നുള്ളതാണ്. അപ്പോഴും ഒരു പേര് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉണ്ടായിരുന്നില്ല. ഈ രേഖ ഗുപ്ത, അതുപോലെ തന്നെ പർവേഷ് വർമ്മ അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത്. പക്ഷേ അപ്പോഴും ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ സ്മൃതി ഇറാനി അടക്കമുള്ളവരുടെ പേരുകളും കേട്ടിരുന്നു. ഏതായാലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഇറക്കാനാണ് BJPയുടെ തീരുമാനം എന്നുള്ളത് ഏതാണ്ട് ഒരു സൂചനകളും ഉണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഡൽഹി ഭരിച്ചിട്ടുള്ളത്, ഈ കെജ്രിവാളിനെ മാറ്റി നിർത്തിയാൽ ലാസ്റ്റ് അതിഷി മർലേനയായിരുന്നു AAPയുടെ മുഖ്യമന്ത്രി ആയിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ 27 വർഷം കഴിഞ്ഞ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഒഴിച്ചു നിർത്തിയാൽ 15 വർഷത്തോളം ഷീല ദീക്ഷിത് ഭരിച്ചു. അതിനു മുമ്പ് സുഷമ സ്വരാജ് മുഖ്യമന്ത്രി. ഏതായാലും തലസ്ഥാനത്ത് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു പാർലമെന്ററി പാർട്ടി യോഗം കല്യാൺ മാർഗിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഏതാണ്ട് തീരുമാനമാകുന്നത്. പിന്നീട് വൈകിട്ട് 7 മണിക്ക് BJP MLA-മാരുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഇത്തരത്തിൽ രേഖ ഗുപ്തയെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഏതായാലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് കാണുന്നത്. ഏതായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിലവിൽ വനിതാ മുഖ്യമന്ത്രിമാരില്ല. BJPയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയായി മാറുകയാണ് ഇപ്പോൾ രേഖ ഗുപ്ത. സുഷമ സ്വരാജിന് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്ന് തലസ്ഥാനത്ത് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ശരി, ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.